നമ്മൾ മലയാളികൾ വളരെയേറെ പ്രൗഢിയുള്ള ആളുകളാണ് അല്ലേ. നമ്മളുടെ സംസ്കാരത്തിൽ എന്താ പറയുക, നമ്മുടെ പൈതൃകത്തിൽ, നമ്മളുടെ വിദ്യാഭ്യാസപരമായുള്ള ഉയർച്ചയിലൊക്കെ നമ്മൾ വളരെയേറെ പൈതൃകമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ വളരെയേറെ പ്രൗഢായ ആളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും നമ്മൾ പൊതുവെ പറയാറുണ്ട് മലയാളികൾ എല്ലാത്തിലും ഒരു പടി മുന്നിലാണ്. ഏതുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് മലയാളികൾ ഈ ഒരു പടി മുന്നിലാണ് എന്നുള്ള സംഗതി എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം അനുദിനം നമ്മൾ കാണുന്ന ഓരോ ഉദാഹരണങ്ങളും അതിന് ഉള്ള തെളിവുകളായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സ്വയം നമ്മൾ ഈ ആത്മാഭിമാനം കൊണ്ട്, രോമാഞ്ച കഞ്ചുകം കൊണ്ട് പുളകിതരായിട്ട് നമ്മളിങ്ങനെ കോരിത്തരിപ്പോടെയുള്ള എന്ത് മാങ്ങാത്തൊലിയാണ് മലയാളിക്കുള്ളതെന്നുള്ള സംഗതിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനെക്കുറിച്ചുള്ള ഒരു നേർചിത്രം ഞാൻ നിങ്ങളോട് മുന്നിലേക്ക് കൊണ്ടിരിക്കുന്നത്. തൊലിയുരിഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇതിപ്പോൾ നാണവും മാനവും ഒന്നും ഇല്ലാത്തൊരു വർഗമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രകൃതമുള്ള ആളുകളായിട്ട് മലയാളി സമൂഹവും മാറിയിരിക്കുകയാണ്. അടിക്കടി ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് എന്നത് സ്പഷ്ടമാണ്. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സത്യമൊക്കെ വിളിച്ച് പറയുമ്പോഴേ നമുക്ക് പറയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിയൊക്കെ ധാരാളം കേൾക്കാറുണ്ട്. ചില ആൾക്കാർക്കൊന്നും ധാരാളം ഒന്നും ഇഷ്ടമില്ല. വന്നിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ കരണക്കുറ്റിക്കിട്ട് അടിമേടിക്കാത്തത് എൻ്റെ ഭാഗ്യം എന്ന് മാത്രം പറയും. കാരണം നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല, കേട്ടില്ല, നമ്മൾ അറിഞ്ഞില്ല എന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള പ്രതികരണമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വലിയ പ്ലാറ്റ്ഫോമാണ്. ആർക്കും എന്തും കാണിക്കാവുന്ന പ്ലാറ്റ്ഫോമാണ്. ആർക്കും എന്തും ചെയ്യാവുന്നതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. എന്തും എങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് തകർന്നു പോകുന്നത് എന്താണെന്ന് അറിയാമോ? തകർന്നു പോകുന്നത് നമ്മളുടെ കുടുംബ ബന്ധങ്ങളാണ്. നമുക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് മലയാളികൾ എന്നാണ് വെപ്പ്. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, കൊച്ചുമകൾ, പിന്നെ അനുജൻ, അനിയത്തി, ചേട്ടൻ, ചേച്ചി, നാത്തൂന്, അങ്ങനെയൊക്കെയുള്ള വെറും വിഡിത്തം വിളമ്പി പണ്ടത്തെ എന്തോ കഥകളിലൊക്കെ ഓരോ MDയുടെയോ തകഴിയുടെയോ അല്ലെങ്കിൽ സേതുവിൻ്റെയൊക്കെ കഥകളിലുള്ള ചില ബന്ധങ്ങളുടെ വലിയ ആഴവും പരപ്പുമൊക്കെ നമ്മൾ കണ്ടും വളർന്നും വായിച്ചുമൊക്കെ വന്നിട്ടുണ്ട് നമ്മളല്ലേ. പക്ഷേ അതൊക്കെ ഇപ്പോൾ ശുദ്ധ അസംബന്ധമാണ്. ക്യാമറ ഒരുക്കി വെച്ച് പെണ്ണും ചെറുക്കനും കാണിക്കാവുന്ന തോന്നിയാസങ്ങളും നാരത്തരങ്ങളും മുഴുവൻ കാണിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിലേക്ക് അങ്ങ് വിതറി വിളമ്പുന്ന ഒരു സംസ്കാരത്തിലേക്ക്, ഒരു പൈതൃകത്തിലേക്ക് നമ്മൾ എത്തി എന്ന് പറയുമ്പോഴേക്കും ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു റീല് കണ്ടതാണ്. റിയൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഫിലിം കണ്ടതുപോലെ എന്ന് പറയുന്നതാണ് ശരി. കാരണം നേരത്തെയൊക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നേരി കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആ പർട്ടിക്കുലർ സൈറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചുകൊണ്ടിരുന്നില്ല. ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഒരുത്തൻ പറയുകയാണ്, ഭാര്യയോട് പറയുകയാണ്, മുത്തേ നമുക്കിത് നമ്മുടെ കിടപ്പറങ്ങൾ നമുക്ക് അവരെ കാണിച്ച് നമുക്ക് പുളകിതരാക്കാമെന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരവിടെ പരിപാടി ചെയ്യുകയാണ്. അത് ലോകത്തായ മുഴുവൻ ആൾക്കാരെ കണ്ടുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്താ പറയുക, ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് ഈ കുട്ടികൾക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവർ ഒരല്പമെങ്കിലും ഒരു 50% ബോധം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെങ്കിലല്ലേ നമുക്കതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അവിടെ അപ്പുറത്ത് തന്തയുണ്ട്, തള്ളയുണ്ട്, ആങ്ങളയുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മുമ്മയുണ്ട്, എല്ലാവരുമുണ്ട്. അവരും ഇതൊക്കെ കാണുന്നുണ്ട്. അവരും ഇത് കാണുമായിരിക്കാം, കാണാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ചിലപ്പോൾ ചിലരത് സ്ക്രോൾ ചെയ്ത് മാറ്റിയിട്ട് അടുത്തത് വേറെ, ഇതെൻ്റെ മകനാണല്ലോ, അവനെ കണ്ട വേറെ വല്ലവരും കണ്ടേക്കാം, അല്ല ഇതെൻ്റെ മകളാണല്ലോ, അത് കൊള്ളത്തില്ല, വേറെ ഒരെണ്ണം കാണാം, അങ്ങനെ പറഞ്ഞ് പോകുന്ന ഒരു തലമുറയിലേക്ക് നമ്മളുടെ സമൂഹം വന്നു എന്ന് പറഞ്ഞാൽ ആരും നിഷേധിക്കുകയോ നെറ്റിച്ചുളിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എറണാകുളം നഗരത്തിൽ വേറെ എങ്ങും പോകണ്ട, നമ്മുടെ കേരളത്തിലെ എറണാകുളം നഗരത്തിൽ രാത്രിയിലൊന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് വല്ലപ്പോഴുമൊക്കെ എറണാകുളത്തോടൊക്കെ ഒന്ന് സഞ്ചരിച്ച് നടക്കണം. ധാരാളം പോലീസുകാരും പെട്രോളിങ്ങും പരിപാടികളുമൊക്കെ ഉണ്ട്. അവർക്കൊരു പരിധിയുണ്ട്, പരിമിതികളുണ്ട്. ആ പരിമിതികളുടെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ കലൂർ വരെ പോവുകയാണെങ്കിൽ
നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ആലുവ വരെ പോവുകയാണെങ്കിൽ ഈ ഓരോ മറവിലും ഒളിവിലും ധാരാളം ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും. നേരത്തെയൊക്കെ അവിടെ TGസും മറ്റുമൊക്കെ ആയിരുന്നു ഇങ്ങനെ സെക്സ് വർക്കേഴ്സൊക്കെ ആയിട്ട് വന്നിരുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ കോളേജ് കുമാരന്മാരും കോളേജ് കുമാരിമാരും ഒക്കെ ഒരു ഉളുപ്പുമില്ലാതെ, കാരണം ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. കാരണം അവരൊക്കെ ലഹരിയിലാണ്. MDMAയും മറ്റുള്ള രീതിയിലേക്കുള്ള പല തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരങ്ങ് മതോന്മത്തരായിട്ട് എന്തും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു റീലാണ്. ഒരു പയ്യനും 2 പയ്യന്മാരും ഒരു പെങ്കൊച്ചു കൂടെ കയറിയിട്ട് ഓപ്പണായിട്ട് അവരെ, ആ കുട്ടീനെ 2 പേരും കൂടെ ഒരു കുളക്കടവാണ്, നമ്മുടെ റോഡ് സൈഡിലുള്ള ഒരു കുളക്കടവെന്ന് പറയാൻ പറ്റത്തില്ല, അല്പം അവരൊരു ഒതുങ്ങിയ സ്ഥലമാണ്, വെള്ളമൊക്കെ വേണമല്ലോ, അവിടെ തണുപ്പൊക്കെ ഉണ്ട്. അവിടെ അവരിങ്ങനെ കിടക്കുകയാണ്. മാറി 2 പേരും അവരും ഉള്ള ഓരോരോ വിക്രിയകൾ ചെയ്യുകയാണ്. നിങ്ങളിൽ പല ആൾക്കാരും അത് കണ്ട് ആസ്വദിച്ച് കാണുമായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ചിലർ കണ്ടിട്ട് ആരും മുഖമൊന്നും പൊത്തുന്ന ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നിത്യ സംഭവങ്ങളായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരെ കുറ്റപ്പെടുത്തുവാനാണ്? കാരണം ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയെ, അല്ലെങ്കിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയനാക്കുമ്പോൾ അവനോട് ചോദിച്ചാൽ അവൻ പറയുകയാണ്, അച്ഛൻ്റെ ഫോണിൽ, അമ്മയുടെ ഫോണിൽ, ചേട്ടൻ്റെ ഫോണിൽ, ചേച്ചിയുടെ ഫോണിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതിന് മുന്നിൽ XXX എന്ന് അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒത്തിരി കിട്ടും. ചേച്ചിമാർ ഒന്നും തുണിയില്ലാതെ, ചേട്ടന്മാരൊക്കെ തുണിയില്ലാതെ വന്ന് നിൽക്കുന്നത് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ് കേട്ടോ. ഇതിനിപ്പോൾ ഒളിക്കാൻ തന്നെയായിരിക്കുന്ന ആളുകൾ ഇങ്ങനെ പച്ചയ്ക്ക് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ ചിലരൊക്കെ മുഖം ചൊളിക്കും, ഇങ്ങനെയൊക്കെ നാണമില്ല, ഇത് എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്. ചില ആളുകളൊക്കെ എങ്കിലും പറയും. അത് എസ്പെഷ്യലി കുടുംബത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പറയാൻ ചാൻസസ് ഉണ്ട്. കാരണം അവർക്കൊക്കെ ഇത് ഭയങ്കര അരോചകമായ ഒരു സംഗതിയാണ്. കാരണം നമ്മളൊരു ചെറിയ സംഗതി മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴല്ല, ഒരു 5, 10, 15, 20 വർഷം മുൻപ് ചെറുതായിട്ടുള്ളൊരു സംഗതി നമുക്ക് ഒന്നും വേണ്ട, നമുക്കൊരു ഒരു ലവ് ലെറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ കോഞ്ഞാട്ടയായി മാറുന്ന അവസ്ഥയായിരുന്നു അല്ലേ. അവിടെ പിന്നീട് അതായി ബഹളമായി, പ്രശ്നമായി, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും നമ്മുടെ ശിലായുഗത്തിൽ എങ്ങനെയായിരുന്നു ആൾക്കാർ സംഭോഗത്തിൽ ഏർപ്പെട്ടിരുന്നത്. അതിനുശേഷം നമ്മുടെ ശിലായുഗം വന്നു, അതിനുശേഷം ഗുഹാമനുഷ്യൻ്റെ കാര്യം വന്നു, നദീതട സംസ്കാരം വന്നു. അപ്പോഴൊക്കെ എങ്ങനെയാണ് നല്ല നല്ല ജീനുകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്, അവരൊക്കെ ഏതൊക്കെ രീതിയിലായിരുന്നു, എന്തുകൊണ്ടാണ് അവർ ഈ ഗുഹകളിലും മറ്റും ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ ചർച്ചകളുടെ വേരിയൻ്റ് ആയിട്ടുള്ള രീതികളാണ് ഇപ്പോൾ വരുന്നത് അല്ലേ. ഇപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അതിനെക്കുറിച്ച് മറയ്ക്കുവാനോ അല്ലെങ്കിൽ അത് ഒളിച്ചു വയ്ക്കുവാനോ ഉള്ള ഒരു സംഗതി അല്ല എന്നുള്ളവർക്ക് വളരെ നന്നായിട്ടറിയാം. പക്ഷേ ഈ മറവും ഒളിവും ഒന്നും ഇല്ല എങ്കിലും ഇത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണോ? നമ്മൾ ധാരാളം മറ്റ് പല സ്ഥലത്തും നമ്മൾ ഭയങ്കരമായ പ്രൗഢിയോടുകൂടിയിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും ഒക്കെ ധാരാളം കുട്ടി വാതോരാതെ പ്രസംഗിക്കുന്ന ആളുകളായിരുന്നു നമ്മളിപ്പോൾ. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ ബീച്ചുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ വനാന്തരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലെ യുവമിഥുനങ്ങളെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അവിടെ ഒന്നുമല്ല. ഇവിടെയാണ് ഞാൻ ഇന്ന് വരെ പല രാജ്യങ്ങളിൽ പോയിട്ട് ഒരു വിദേശിയും റോഡ് സൈഡിൽ കിടന്നിട്ട് പല ആൾക്കാരുമായിട്ട് ഒരുമിച്ച് കിടന്ന് ഈ ഗ്രൂപ്പായിട്ടുള്ള പരിപാടി ചെയ്യുന്ന സംഗതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് പങ്കുവയ്ക്കുന്ന പരിപാടികളായിട്ട് അത്ര അധപ്പതിച്ച ആൾക്കാരല്ല മറ്റുള്ള സംസ്കാരത്തിലുള്ള ആളുകൾ. നമ്മളുടെ കുഞ്ഞുങ്ങൾ അത്രമാത്രം അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാണ്? ആ കുട്ടികളെ മാത്രം നമ്മളിപ്പം, അതും ഞാൻ പറയട്ടെ, ഒരു ബ്ലർ പോലും ഇല്ലാതെയാണ്, ഒരു മറവുമില്ലാതെയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു മറവുമില്ലാതെ അവരെ ജനിപ്പിച്ചവരോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ അവരുടെ കൂട്ടുകാരോ അവരുമായി കണക്ഷനുള്ള ആളുകളൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുള്ള യാതൊരു സങ്കോചവും കുറ്റബോധവും ഇല്ലാതെ ഇത്തരത്തിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നമ്മുടെ സാംസ്കാരികമായിട്ട് നമ്മളിങ്ങനെ ആകാശത്തോളം ഉയർന്നു വരികയാണ് അല്ലേ. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിനെതിരെയൊന്നും നമുക്ക് ആരോടും പ്രതികരിച്ചിട്ട് കാര്യമില്ല, ആരോടും പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം വീട്ടിൽ സ്വന്തം കുഞ്ഞുങ്ങളോട് പറയാം, എടാ ചെറുക്ക അല്ലെങ്കിൽ എടി പെണ്ണെ, നീ കുറച്ചുകൂടെ മാന്യമര്യാദയൊക്കെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകണം, ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും നീ കാണിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ചില പിള്ളേർക്ക് അത് തലേ കയറും. കാരണം എങ്ങനെ തലേ കയറാനാണ്? തന്തയും തള്ളയും മറ്റുള്ള രീതിയിലേക്ക് ആകുമ്പോഴത്തേനും പിള്ളേരെങ്ങനെ പോകാനാണ്? ഒരു കുടുംബത്തിലും ഞാൻ പറയുകയാണ്, ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരായ രീതിയിലേക്കുള്ള പോക്കുള്ള എല്ലായിടത്തും സ്പർദ്ധ, അല്ലെന്നുണ്ടെങ്കിൽ കോപം, അല്ലെങ്കിൽ വഴക്ക്, ബഹളം, അടി, ഫാമിലി പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സെക്ഷുവലായിട്ടുള്ള പ്രശ്നങ്ങൾ, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, ഇങ്ങനെയുള്ള എന്താ പറയുക, മോശത്തിൻ്റെ
ഘോഷയാത്രയാണ്. നമ്മൾ ന്യൂസ് ചാനലൊന്നും 1 മിനിറ്റത്തേക്കല്ല, ഒരു 10 മിനിറ്റത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ അതിനകത്ത് കാണുന്ന നമ്മളുടെ ചോര മരവിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളും മറ്റുള്ള രീതികളും ഉള്ള പ്രക്രിയകളാണ് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്ത് പറയാനാണ്? അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പിള്ളേരൊക്കെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് തന്നെ ലജ്ജയായിട്ട് മാറി ഒരു കോണിലേക്ക് മാറിയിരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്നും എനിക്കറിയില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ പച്ചയായിട്ട് പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ള പിള്ളേർ, ചെറുക്കന്മാരും പെണ്ണുങ്ങളുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ മദ്യവും മയക്കുമരുന്നും മറ്റുള്ളതുമൊക്കെ നോക്കിയിട്ട് വീട്ടിൽ അവരോട് ചോദിക്കാനുള്ള ഏത് സമയം വീട്ടിൽ കയറി ചെന്നാൽ തന്നെ ഇല്ലെങ്കിൽ തന്നെയും അവിടെ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ അവിടെ പോവുകയാണ്, ഞങ്ങൾ ഇവിടെ പോവുകയാണ്, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ്, ഞങ്ങൾ ഗെറ്റ് ടുഗദറിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിക്കാണ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴേക്കും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം, കുറേ പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മളുടെ ഈ പിന്നെ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പോകുന്ന കുട്ടികളെ ഒന്ന് പിടിച്ചു നിർത്തുവാനായിട്ടും നമ്മുടെ സമൂഹത്തിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട്. കാരണം നമ്മുടെ സമൂഹം അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള മാറ്റമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയോ മ്ലേച്ഛമായി പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, പരിതപിക്കുകയാണ്. സങ്കടം കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. ഇതൊന്നും ചിലപ്പോൾ ആരും കാണത്തില്ലായിരിക്കും, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കത്തുമില്ലായിരിക്കും. കാരണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടോ ആരും ഒന്നും നേടാനില്ല. നമ്മളെ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ആവശ്യമില്ലാത്ത നിനക്കൊക്കെ എന്നത്തിൻ്റെ കാര്യമാണ്. ആ ചെറുക്കനും പെണ്ണുണ്ട് അവിടെ കണ്ട് അവർ കളിക്കുകയോ കുളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്തിനാണ് അതിനകത്ത് തലയിട്ട് നോക്കുന്നത്? നിനക്ക് എന്നത്തിൻ്റെ കേടാണ്? നിനക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്ത നിൻ്റെ പ്രായത്തിൻ്റെ സമയത്ത് ആ രീതിയിലാണ് ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ നമ്മൾ എന്ത് പറയാനല്ലേ? എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി തീർച്ചയായിട്ടും നാളെ വരും. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.